അതൊരു വലിയ പോയിൻ്റാണ്. അനുരക്ത കഥം ത്യാജ്യ ധർമ്മത്തോ ന്യായതസ്ഥത. അങ്ങ് കുറച്ച് നേരത്തെ എന്നെ ധർമ്മിഷ്ഠനെന്നും നീതിബോധമുള്ളവനും എന്നുമൊക്കെ പറഞ്ഞില്ലേ? കുറച്ച് മുമ്പേ വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ തുടങ്ങിയത്. അങ്ങ് നീതിബോധമുള്ളവനും ധർമ്മം അറിയുന്ന അങ്ങ് ധർമ്മജ്ഞോസി മഹാഭാഗ നീതിം ജാനാസി സുവ്രത. ധർമ്മം അറിയുന്ന ആളാണ്, നീതി അറിയുന്ന ആളാണെന്നൊക്കെ അങ്ങ് പറഞ്ഞില്ലേ? നീതിയും ധർമ്മവും ന്യായവും ധർമ്മവും അറിയാവുന്ന ഒരാൾ എങ്ങനെ തന്നിൽ അനുരക്തയായ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കും? എന്തു കാരണം കൊണ്ട് ഉപേക്ഷിക്കും? ഞാൻ പിടിച്ചു വെച്ചതല്ല. മന്ത്രവാദം ചെയ്ത് ഞാൻ താരയെ എന്നിൽ അനുരക്തയാക്കിയതും അല്ല. സ്വബുദ്ധി കൊണ്ട് അനുരക്തയായവളാണ്, സ്വമനസ്സുകൊണ്ട് അനുരക്തയായവളാണ്. ഞാൻ എങ്ങനെ ഇവളെ ഉപേക്ഷിക്കും? ഞാൻ ചെയ്യുന്നത് അപ്പം തെറ്റല്ല. എനിക്ക് സ്ത്രീശാപം ഉണ്ടാവില്ലേ? അപ്പോൾ പോയിൻ്റാണത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റുമാണ്. ചന്ദ്രൻ ശരിക്കും ഇവിടെ ഒരു ധർമ്മസങ്കടത്തിലാണ്. ചന്ദ്രൻ സത്യത്തിൽ തെറ്റുകാരനല്ല. ചന്ദ്രൻ ഈ കഥാഭാഗത്തിൽ തെറ്റുകാരനല്ല. കാരണം ചന്ദ്രനിൽ അനുരക്തയായിട്ട് താര വരികയാണ്. ധർമ്മമനുസരിച്ചും നീതി അനുസരിച്ചും തന്നിൽ ആശ്രയിക്കുന്നവനെ സംരക്ഷിക്കണം. അതെല്ലാ ശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. പരശുരാമകൽപ്പസൂത്രം ദേവി ഉപാസകന്മാരുടെ പ്രധാന ഗ്രന്ഥം. അതിൽ ദേവി ഉപാസകന്മാരോട് പറയുന്നു പരശുരാമകൽപ്പസൂത്രം, ആശ്രയിക്കുന്നവരെ രക്ഷിക്കണം. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാൻ പാടില്ല. ആശ്രയിക്കുന്നവരെ എപ്പോഴും രക്ഷിക്കണം. അപ്പോൾ ആശ്രയിച്ച ഒരാളെ, അനുരക്തയായവളെ ധർമ്മമനുസരിച്ചും ന്യായമനുസരിച്ചും ഉപേക്ഷിക്കുന്നത് എങ്ങനെ? ഇതൊരു സ്ത്രീ എന്ന രീതിയിൽ മാത്രം കാണരുത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ ഇത് വെറും ഒരു സാധാരണ തലത്തിൽ മാത്രമേ നമുക്ക് ഈ കഥ മനസ്സിലാവുകയുള്ളൂ. ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് ജെൻഡർ ബേസ്ഡ് അല്ല. ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റേത്, ഞാൻ, എനിക്കുള്ളത് എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്തും എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വളരെ പോയിൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ചന്ദ്രൻ ഉന്നയിക്കുന്നത്. എന്നിൽ അനുരക്തയായിട്ടാണ് താര വന്നത്. ഞാൻ പിടിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല. ഞാൻ പ്രേമലേഖനങ്ങൾ ഹംസം വഴി കൊടുത്തയച്ച് താര വീഴ്ത്തി കൊണ്ടുവന്നതൊന്നുമല്ല. ആദ്യമായിട്ട് കാണുന്നത് യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. കണ്ടപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹം തോന്നി. അവൾ പിന്നെ ഇവിടെ കൂടി. എൻ്റെ 28 ഭാര്യമാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സാധാരണ ഈ 28 പേർക്കാണ് പ്രശ്നം ഉണ്ടാവേണ്ടത്. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവർ പ്രശ്നം ഉണ്ടാക്കിയതായിട്ടൊന്നും കഥയെ പറയുന്നില്ല. അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും? ഇവളെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ട് ഇവൾ വല്ല കടുങ്കൈ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? അപ്പം ചന്ദ്രൻ്റെ പോയിന്റിൽ അതെല്ലാം വരുന്നുണ്ട്. ഞാൻ താരയെ വിളിച്ച് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, നീ നിൻ്റെ ഭർത്താവായിട്ടുള്ള ബൃഹസ്പതിയുടെ അടുത്തേക്ക് പോകണം, അതാണ് ധർമ്മം എന്ന് പറഞ്ഞ് ഞാൻ നിഷ്കരുണനായിട്ട് താരയെ ഇറക്കി അങ്ങോട്ട് വിടുകയാണ്. താര പോയി വല്ല കടുങ്കയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അനുരക്തയായവളെ ധർമ്മമനുസരിച്ച് ന്യായമനുസരിച്ചും ഉപേക്ഷിക്കുന്നത് എങ്ങനെ? വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ചന്ദ്രൻ പറയണത്. ചന്ദ്രൻ്റെ ഭാഗത്ത് തെറ്റില്ല. ചന്ദ്രനല്ല ഇവിടെ തെറ്റുകാരൻ. അനുരക്തിയിലാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ തുടക്കം. ഗൃഹസ്ഥാശ്രമം തുടങ്ങുന്നത് അനുരാഗത്തിലാണ്. പരസ്പരമുള്ള അനുരാഗം. അനുരാഗത്തിനൊരു ശ്രേഷ്ഠതയുണ്ട്. അനുരാഗം രണ്ടായതിനെ ഒന്നാക്കുന്നതാണ്. അനുരാഗം പ്രേമം. അതുകൊണ്ടാണ് ഭക്തിയുടെ പ്രേമത്തിൻ്റെ ഉദാത്ത ഭാവമാണ് ഭക്തി. കാരണം ആ പ്രേമഭക്തിക്ക് പ്രാധാന്യമുണ്ടാകുന്നത് എന്താണ്? ഭേദതലത്തിൽ നിന്ന് അഭേദതലത്തിലേക്ക് പോകാനുള്ള ഒരു വെമ്പലാണ് അനുരാഗം. രണ്ടായി നിൽക്കുന്നത് ഒന്നായി തീരുവാനുള്ള, അങ്ങനെ രണ്ടായി നിൽക്കുന്നത് ഒന്നായി തീർന്ന് അതിൽ നിന്ന് പുതിയതായിട്ടൊന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുന്നത് അനുരാഗത്തിലൂടെയാണ്. അപ്പോൾ അനുരക്തിയിലാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ തുടക്കം. അനുരാഗമില്ലാത്തവളിൽ അതെങ്ങനെ ഉണ്ടാകും? അനുരാഗമില്ലാത്ത ഒരാളിൽ എങ്ങനെ ഉണ്ടാകും? അനുരാഗമില്ലാത്ത ഒരു ആളിൽ, ആണായാലും പെണ്ണായാലും, വിരക്തിയാണുള്ളത് എങ്കിൽ എങ്ങനെ ഒന്നാവും? വിരക്തി അകറ്റുക ചെയ്യുക. അനുരാഗമാണ് അടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അനുരാഗത്തിൻ്റെ ശ്രേഷ്ഠത, പ്രേമഭക്തിയുടെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് ഭേദത്തിൽ നിന്ന് അഭേദതലത്തിലേക്ക് പോകാനുള്ള വെമ്പലാണ് പ്രേമഭക്തിയിലൂടെ ഒരു സാധകൻ പ്രകടിപ്പിക്കുന്നത്. അപ്പം അനുരാഗം ഇല്ലാത്തവളിൽ അതെങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഗാർഹസ്ഥ്യം ഉണ്ടാവും? അനുരാഗമുള്ളവർക്കേ ഗാർഹസ്ഥ്യം സുഖപ്രദമാവൂ എന്നർത്ഥം.
അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ജീവിതകാലം മുഴുവനും പണ്ട് കാലത്ത് ഗാർഹസ്ഥ്യം വേണ്ടിയിരുന്നില്ല. ഗാർഹസ്ഥ്യത്തിനൊക്കെ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഇങ്ങനെ മാറിയത്. പണ്ട് എല്ലാത്തിനും ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഗാർഹസ്ഥ്യം. പരസ്പരം അനുരാഗമില്ലാത്തവർ, ഇഷ്ടമല്ലാത്തവർ തമ്മിൽ ഒരുമിച്ചാൽ അതെങ്ങനെയാണ് സുഖപ്രദമാവുക? എപ്പോൾ ഇവളുടെ ഭർത്താവ് ബൃഹസ്പതി, ഇനി ബൃഹസ്പതിയുടെ കഥ എടുത്തിടുകയാണ് ചന്ദ്രൻ. ആക്രോശിച്ചല്ലോ കുറച്ച് നേരത്തെ വന്ന് ഒരാൾ, നീതിജ്ഞനും ധർമ്മജ്ഞനും, അയാളെപ്പറ്റി പറയുകയാണ്. എപ്പോൾ ഇവളുടെ ഭർത്താവ് ബൃഹസ്പതി അനുജൻ്റെ കാമിനിയെ ആഗ്രഹിച്ചുവോ അപ്പോൾ മുതൽ ഇവൾ ആ ബൃഹസ്പതിയിൽ വെറുപ്പുള്ളവരായി തീർന്നു. ധർമ്മിഷ്ഠൻ, നീതിജ്ഞൻ, ധർമ്മബോധമുള്ളയാൾ, ബാർഹസ്പത്യധർമ്മം രചിച്ചയാൾ, സ്വന്തം അനിയൻ, അനിയൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, പുത്രതുല്യനാണ് അനിയൻ. അനിയൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പുത്രി. അപ്പം ബൃഹസ്പതി ആരായി? അച്ഛൻ. നേരത്തെ എന്താ ചന്ദ്രനോട് പറഞ്ഞേ? അമ്മയ്ക്ക് തുല്യയാണ് എന്ന്. അവനവൻ്റെ കാര്യം വരുമ്പം എല്ലാവരും ഇങ്ങനെയാണ്. അവിടെ കുറേ ന്യായീകരണങ്ങൾ നിരത്തും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്. നമ്മളോട് അടുത്ത് ഇടപഴകുന്നവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്. നമുക്ക് നമ്മളെയും അവരെയും കൂടുതൽ നന്നായി തിരിച്ചറിയാൻ, നമ്മൾ നമ്മളെയും അവരെയും കൂടുതൽ നന്നായി തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാകും. ഈ കഥ കേട്ടുകഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ പ്രതിഫലിക്കും. ജീവിത ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളങ്ങളാകും. നാം നമ്മെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ തുടങ്ങും. അതിനാണ് വ്യാസഭഗവാൻ ഈ കഥ എഴുതിയത്. അല്ലാതെ ഈ കഥ വായിച്ചാൽ നമുക്ക് തോന്നും ഒരാളുടെ ഭാര്യ വേറൊരാളുടെ വീട്ടിൽ പോയി ഇതെന്ത് കഥയാ എന്ന് തോന്നും. അങ്ങനെയല്ലത്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മളെ തെളിവെള്ളത്തിൽ നോക്കുമ്പോൾ തെളിഞ്ഞു കാണുന്നതുപോലെ കാണാൻ സഹായിക്കുകയാണ് വ്യാസഭഗവാൻ ശ്രീമദ് ദേവീ ഭാഗവതത്തിലൂടെ. അപ്പോൾ മറ്റേ കഥ പറയുകയാണ്, ബൃഹസ്പതിയുടെ കഥ പറയുകയാണ്. അനുജൻ്റെ കാമിനിയെ ആഗ്രഹിച്ചുവോ അപ്പോൾ മുതൽ ഇവൾ ആ ബൃഹസ്പതിയിൽ വെറുപ്പുള്ളവളായി തീർന്നു. ഇവൾക്ക് എന്താ ബൃഹസ്പതിയോട് ഇത്ര ദേഷ്യം ഉണ്ടാവാൻ കാരണം? നേരത്തെ പറഞ്ഞതുപോലെ വിരൂപനായതുകൊണ്ടോ ഭിക്ഷക്കാരനായതുകൊണ്ടോ അല്ല. ഭിക്ഷക്കാരനായതുകൊണ്ടും വിരൂപനായതുകൊണ്ടും ഒരാൾക്ക് വെറുപ്പുണ്ടാകണമെന്നില്ല. ശീലാവതിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കുഷ്ഠരോഗിയായ ഭർത്താവിനെ അവർ പരിചരിച്ചു. ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പാണ്ഡുവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കുന്തിദേവിക്കും മാദ്രിക്കും പാണ്ഡു ദേഹസൗന്ദര്യമില്ലാത്തവനാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ വിരൂപതയുള്ളതുകൊണ്ടോ ഭിക്ഷക്കാരനായതുകൊണ്ടോ, ഭിക്ഷക്കാരൻ സാമ്പത്തികമായിട്ട് വകുപ്പില്ലാത്ത ആൾ, അങ്ങനെയാണെങ്കിൽ കർണൻ്റെ അച്ഛനായിട്ടുള്ള സൂതൻ്റെ കൂടെ രാധ എന്ന പത്നി സുഖമായിട്ട് കഴിയില്ലായിരുന്നു. അവിടെ ദാരിദ്ര്യമായിരുന്നു. കുചേലൻ്റെ ഭാര്യ കുചേലൻ്റെ കൂടെ സുഖമായിട്ട് കഴിയുകയില്ലായിരുന്നു. അപ്പോൾ വൈരൂപ്യവും ദാരിദ്ര്യവും ഒന്നുമല്ല പ്രധാനം, മനസ്സിന് ഇഷ്ടപ്പെടണം. ഇവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല. എന്താ താരയ്ക്ക് ഇഷ്ടപ്പെടാത്തത്? അതിസുന്ദരിയായ ഞാൻ ഭാര്യയായിട്ടുണ്ടായിരിക്കെ അനിയൻ്റെ ഭാര്യയെ ഇദ്ദേഹം കാമിച്ചു. അപ്പോൾ മുതൽ ഇവൾ ആ ബൃഹസ്പതിയിൽ വെറുപ്പുള്ളവളായി തീർന്നു. ഉതത്യൻ്റെ പത്നിയായ മമതയിൽ ബൃഹസ്പതിക്ക് ആഗ്രഹം തോന്നി. ഉതത്യൻ ബൃഹസ്പതിയുടെ അനിയൻ. മമത, എത്ര ഗംഭീരമായ പേരുകളാണെന്ന് ആലോചിച്ച് നോക്കൂ. മമതാ ബാനർജി അല്ല, മമത, ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് ചിന്തിക്കുന്നവൾ, അതാണ് ഭാര്യ. ഇവിടെയൊക്കെ ഞാൻ എൻ്റേത് എനിക്കുള്ളതിൻ്റെ പ്ലേ കാണാം. മമതയിൽ ബൃഹസ്പതിക്ക് ആഗ്രഹം തോന്നി. അവളെ പ്രാപിച്ച കഥ ഭാഗവതം നവമസ്കന്ധത്തിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ഇനി ഇവളെ പ്രാപിച്ച കഥയൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കേൾക്കാം. ഇതിങ്ങനെ ഒരു മാല പോലെ പരസ്പരം ബന്ധപ്പെട്ട ഇതിലെ കഥകളൊക്കെ കിടക്കുന്നത് നമുക്ക് 9ാമത്തെ സ്കന്ധത്തിൽ കേൾക്കാം. ഉതത്യൻ്റെ ഭാര്യയാണ് കാമിച്ചത്. ഉതത്യൻ്റെ ഭാര്യയുടെ പേര് മമത. അപ്പോൾ എന്ത് സംഭവിച്ചു? ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ദേവന്മാരുടെ ഗുരുവിൻ്റെ പത്നിയായിട്ടുള്ളത് താര. താര എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുന്നവൾ. ദേവന്മാരാരാ? ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ ഗുരുവാണ് ബുദ്ധി. ആ ബുദ്ധിയുടെ പത്നി ശക്തിയാണ്, രക്ഷാശക്തിയാണ് താര. അതായത് ബുദ്ധി രക്ഷിക്കാൻ, ഇന്ദ്രിയങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളതാകുന്നത് ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാണ്, ഇൻറ്റ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ്, ഇൻസ്പിരേഷൻ ഉണ്ടാകുമ്പോഴാണ്.
ആ ഇൻസ്പിരേഷൻ ബൃഹസ്പതിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് പറ്റി? ദേവന്മാർ തമ്മിൽ കലഹമുണ്ടാകാൻ തുടങ്ങി. എന്താ ബൃഹസ്പതിക്ക് ഇൻറ്റ്യൂഷൻ നഷ്ടപ്പെടാൻ കാരണം? മമതാധിഷ്ഠിതമായി പെരുമാറി. തൻ്റെ സഹോദരൻ്റെ പത്നിയിൽ മമത്വം തോന്നി. ബൃഹസ്പതിയുടെ അനുജൻ്റെ കാമിനിയെ ആഗ്രഹിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഇൻറ്റ്യൂട്ടീവ് ഇൻസ്പയേർഡ് ഇൻ്റലിജൻസ് കോമൺ ഇൻ്റലിജൻസ് ആയിട്ട് മാറി. ഞാൻ എൻ്റേത് എനിക്കുള്ളതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ബുദ്ധിയായി തീർന്നു. ഞാൻ എൻ്റേത് എനിക്കുള്ളതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ബുദ്ധിയാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ തമ്മിൽ പാരസ്പര്യമല്ല ഉണ്ടാവുക, ഇന്ദ്രിയങ്ങൾ തമ്മിൽ കലഹമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ദേവന്മാർ തമ്മിൽ കലഹമുണ്ടായി. എത്ര മനോഹരമായിട്ട് കാര്യം പറയുന്നു. അതുകൊണ്ട് ബുദ്ധി എപ്പോഴും ഇൻറ്റ്യൂട്ടീവ് ഇൻസ്പിരേഷൻ തലത്തിൽ നിൽക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് ഈശ്വരോന്മുഖമായി ചരിക്കണം. ജീവിതത്തെ മുഴുവനും ഈശ്വരോന്മുഖമാക്കണം. രാവിലെയും വൈകിട്ടും മാത്രം പോരാ, ഫുൾ ലൈഫ് ഈശ്വരോന്മുഖമാകണം. അപ്പോൾ എന്ത് സംഭവിക്കും? ബുദ്ധി ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ് ഉള്ളവരാകും. ആ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ദ്രിയങ്ങൾ നടപ്പിലാക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളാണ് നടപ്പിലാക്കുക, ഇന്ദ്രിയങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഹാർമണി ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ഹാർമണി ഉണ്ടാവും. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് വ്യാസഭഗവാൻ കഥകളിലൂടെ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഇതങ്ങ് പറഞ്ഞാൽ പോരെ, ഇത്രയൊക്കെ നീട്ടിയും വലിച്ചും പറയണോ? ഇതങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ കഥയൊക്കെ പറത്തി കഴിഞ്ഞിട്ട് കേൾക്കുമ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കഥ ഇനിയും 9ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് വീണ്ടും കേൾക്കാം. സൗന്ദര്യവതിയായ ഇവളെ ഞാൻ കൊടുക്കുകയില്ല. ഇന്ദ്രൻ്റെ ദൂതനോട് പറയാണ്. സംഗതിയൊക്കെ ശരി തന്നെ. സൗന്ദര്യവതിയായ ഇവളെ ഞാൻ കൊടുക്കുകയില്ല. പോകൂ ഹേ ദൂത, നീ ചെന്നു പറയൂ. ഹേ സഹസ്രാക്ഷ, അങ്ങ് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തുകൊള്ളൂ. ഞാൻ ഇവളെ ഗുരുവിന് നൽകുകയില്ല എന്ന്. തന്നെ ആശ്രയിച്ചവളെ ഒരു കാരണവശാലും താൻ ത്യജിക്കുകയില്ല എന്നാണ് ചന്ദ്രൻ ദൂതനോട്. സഹസ്രാക്ഷനായിട്ടുള്ള 1000 കണ്ണുകളോടുകൂടിയവനായി തീർന്നവൻ. അതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. സഹസ്രാക്ഷ എങ്ങനെ ഈ 1000 കണ്ണ് കിട്ടിയത്? പണ്ട് ഗൗതമൻ്റെ ആശ്രമത്തിൽ ചെന്നിറങ്ങിയത്, കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം സഹസ്രാക്ഷനായത്. അപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വലിയ ന്യായവും ധർമ്മവും ഒന്നും പറയണ്ട. എല്ലാവരും തെറ്റ് ചെയ്യും, എല്ലാവർക്കും തെറ്റ് പറ്റും. തെറ്റു പറ്റുന്നത് സഹജമാണ്. ആ തെറ്റിനെ തിരുത്തുന്നതാണ് ദൈവീകത. അതുകൊണ്ട് പറ്റിയ തെറ്റുകളിൽ ഉഴറുന്നവനെ ചവിട്ടിത്താഴ്ത്തുന്നതല്ല, തെറ്റുകൾ പറ്റി പരിതപിക്കുന്നവനെ കൈപിടിച്ചുയർത്തുന്നതാണ് ദൈവീകത. ഈ സമയത്ത് അത് ഓർക്കേണ്ടതാണ്. സൂതൻ തുടർന്ന് കഥ പറയുകയാണ്. കട്ടായം പറഞ്ഞു, എന്ത് വേണേലും ചെയ്തോ നിങ്ങൾ, ഞാൻ തരില്ല. സൂത ഉവാച. ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞത് കേട്ട് ദൂതൻ ദേവേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് പോയി. ചന്ദ്രൻ പറഞ്ഞത് മുഴുവൻ ദേവേന്ദ്രനെ അറിയിച്ചു. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ മെയിൽ വിടുന്നത് പോലെയൊക്കെ തന്നെ ഡിറ്റോ അത് തന്നെ അവിടെ ചെന്ന് പറഞ്ഞു. ഒട്ടും കൂട്ടിച്ചേർത്തൊന്നുമില്ല, കൂട്ടിച്ചേർത്തുമില്ല, കുറച്ചുമില്ല. വിഭുവായ ദേവേന്ദ്രൻ അത് കേട്ട് കോപാവിഷ്ടനായി. എല്ലാവരും അങ്ങനെയാണ്. ദ ഗ്രേറ്റ്, ഞാൻ പറഞ്ഞത് വേറൊരാൾ കേൾക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കേ അയാൾ കേൾക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം. ദേവേന്ദ്രൻ അത് കേട്ട് കോപാവിഷ്ടനായി. ഗുരുവിനെ സഹായിക്കാൻ വേണ്ടി സൈന്യങ്ങളെ സജ്ജീകരിക്കാൻ തുടങ്ങി. എല്ലാവരോടും പറഞ്ഞു, യുദ്ധം ഉണ്ടാവുകയാണ്. ബുദ്ധി, ഇൻ്റലിജൻസ്, ഇൻസ്പിരേഷൻ്റെ, ഇൻറ്റ്യൂഷൻ്റെ തലത്തിൽ നിന്ന് സാധാരണ തലത്തിലേക്ക് പതിച്ചാലുണ്ടാകുന്ന പ്രശ്നം വ്യാസഭഗവാൻ ഒരു കഥയിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. എപ്പോഴാണ് ഈ തലത്തിൽ നിന്ന് ഭ്രമിക്കുക, പതിക്കുക? ഇത് മമത ഉണ്ടായാൽ, ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എല്ലാം എനിക്ക് വേണം എന്ന് ചിന്തിച്ചാൽ ബുദ്ധി ഓർഡിനറി ഇൻ്റലിജൻസ് ആകും. ഓർഡിനറി ഇൻ്റലിജൻസ് ആയാൽ ദേവന്മാർ തമ്മിൽ കലഹിക്കും, ഇന്ദ്രിയങ്ങൾ തമ്മിൽ കലഹമുണ്ടാകും. ഇന്ദ്രിയങ്ങളാണ് ദേവന്മാർ. ഇന്ദ്രിയങ്ങൾ തമ്മിൽ കലഹമുണ്ടാകും. ഇന്ദ്രിയങ്ങൾ തമ്മിൽ കലഹിച്ചാൽ ജീവിതം അസ്വസ്ഥതാപൂർണം ആയിരിക്കും. ഇവിടെ ദേവേന്ദ്രൻ സൈന്യം മുഴുവൻ സജ്ജീകരിക്കാൻ തുടങ്ങി. അസുരഗുരുവായ ശുക്രനാകട്ടെ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന് കേട്ട് ചന്ദ്രൻ്റെ സമീപത്തേക്ക് പോയി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എന്നും ആളുണ്ടാവും. അന്നുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പുരാണ ഇതിഹാസങ്ങളെല്ലാം എല്ലാ കാലത്തും പ്രസക്തമാണ് എന്ന് പറയണത്. ഇത് കേട്ടപ്പോൾ ശുക്രൻ ആരാത്? അസുരന്മാരുടെ ഗുരു. അസുരഗുരുവായ ശുക്രനാകട്ടെ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന് കേട്ട് ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെയാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം. ശുക്രൻ ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവഗുരുവിനോട് അദ്ദേഹത്തിന് വിദ്വേഷമുണ്ടായിരുന്നു.
അതിനാൽ ഗുരുപത്നിയെ തിരികെ നൽകരുത് എന്ന് ശശിയെ ഉപദേശിച്ചു. എപ്പോഴും അങ്ങനെയാണ്. അമ്മയെ തല്ലിയാലും രണ്ട് കൂട്ടരുണ്ടാവും. തല്ലിയത് നന്നായി എന്ന് പറയാനൊരു കൂട്ടരുണ്ടാവും, തല്ലിയത് മോശമായി എന്ന് പറയാനൊരു കൂട്ടരുണ്ടാവും. അപ്പോൾ ഈ കാലൊക്കെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ എത്രയോ പേര് നമ്മളും ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. അതേപോലെയൊക്കെ ഇപ്പോൾ കിട്ടിയ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അവിടെ ചെന്ന് പറയാണ്, ഒരു കാരണവശാലും അയാളുടെ ഭാര്യയെ നീ വിട്ടുകൊടുക്കരുത്, ഞാനുണ്ട് നിൻ്റെ കൂടെ. ഞാൻ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനൊന്നുമല്ല. ശുക്രൻ ബൃഹസ്പതിയോളം തന്നെ ശക്തിയുള്ള ആളാണ്. ദേവഗുരുവുമാണ്, അസുരഗുരുവുമാണ് അദ്ദേഹം. ഗുരുപത്നിയെ തിരിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഹേ മാരിഷ, ഇന്ദ്രനുമായി യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അങ്ങേക്ക് ഞാൻ മന്ത്രശക്തി കൊണ്ട് സഹായം ചെയ്തു കൊള്ളാം. അല്ലയോ ചന്ദ്ര, ഇനി ഇന്ദ്രനുമായിട്ട് അഥവാ യുദ്ധമുണ്ടാവുകയാണെന്ന് വിചാരിച്ചു, അങ്ങ് ഒറ്റയ്ക്കാണെന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങയുടെ കൂടെ കുറച്ചു പേരേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ മന്ത്രശക്തി കൊണ്ട് അങ്ങയെ സഹായിക്കാൻ. ഞാൻ നിസ്സാരക്കാരനൊന്നുമല്ല. മൃതസഞ്ജീവനി ഉപദേശിച്ചു കൊടുത്ത ആളാണ് ഇദ്ദേഹം. മൃതസഞ്ജീവനി പോലെ അപൂർവങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ സ്വായത്തമാക്കിയ ആളാണ് ശുക്രൻ, നിസാരക്കാരനല്ല. അതുകൊണ്ട് ശുക്രൻ പറയുകയാണ്, അല്ലയോ ചന്ദ്ര, ഇന്ദ്രനുമായിട്ട് യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ അങ്ങേക്ക് ഞാൻ മന്ത്രശക്തി കൊണ്ട് സഹായം ചെയ്തു കൊള്ളാം. ഞാൻ നിസാരക്കാരനൊന്നുമല്ല. ശങ്കരനും ഗുരുപത്നിയെ സോമൻ അപഹരിച്ച വൃത്താന്തം അറിഞ്ഞു. അങ്ങനെ ദേവലോകത്ത് രണ്ട് കൂട്ടരായി തിരിഞ്ഞ് യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്ന് ശങ്കരൻ, കൈലാസപതിയായ ശങ്കരൻ അറിഞ്ഞു. ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രനെന്ന് മനസ്സിലാക്കിയിട്ട് സഹായം ചെയ്തു. ശങ്കരനും അപ്പം ആ സമയത്ത് സഹായം ചെയ്യാൻ തീരുമാനിച്ചു. ശങ്കരനും ഗുരുപത്നിയെ സോമൻ അപഹരിച്ച വൃത്താന്തം അറിഞ്ഞു. ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കിയിട്ട് സഹായം ചെയ്തു. അങ്ങനെ ദേവന്മാരും അപ്പോൾ ശംഭു ആരുടെ കൂടെയാണ്? ശങ്കരൻ ശുക്രൻ്റെ കൂടെയാണ്. വിഷ്ണുവാണ് ദേവന്മാരുടെ കൂടെ. എപ്പോഴും ഈ അസുരന്മാർ ശിവോപാസകരാണ്. അതുകൊണ്ടാണ് രാവണൻ കൈലാസമെടുത്ത് അമ്മാനമാടിയപ്പോൾ പാർവതിക്ക് നീരസം ഉണ്ടായി. അപ്പോൾ കാല് ശിവനൊന്ന് അമർത്തി, അപ്പോൾ കൈ കുടുങ്ങി. അപ്പോഴാണ് ആ പ്രസിദ്ധമായിട്ടുള്ള താണ്ഡവ സ്തോത്രം ചൊല്ലുന്നതും. ആ സ്തോത്രം ചൊല്ലിയപ്പോൾ പ്രസാദിക്കുകയാണ് ശിവൻ. ദേഷ്യല്ല വന്നത്, ചന്ദ്രഹാസമൊക്കെ എടുത്തു കൊടുത്തു. അസുരന്മാർ ശിവോപാസകരാണ്. അപ്പോൾ ശുക്രൻ്റെ കൂടെയാണ് ശങ്കരൻ. ശങ്കരൻ അപ്പോൾ സഹായിക്കാൻ റെഡിയായി. ആരെ? ശുക്രനെ.